മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 94-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ അക്കോണൈറ്റം എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. അക്കോണൈറ്റത്തെ വളരെ സവിശേഷമായി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ സൂചനകൾ, ഒപ്പം ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസും കെൻ്റ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഹാർഡ്ലി മാറ്റേഴ്സ് വാട്ട് പാർട്ട് ഓഫ് ദ ബോഡി വി ആർ കൺസിഡറിങ്, വി വിൽ ഫൈൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ കുറിച്ച് പോകുമ്പോൾ ഏത് ഭാഗം എന്നതിനെക്കുറിച്ച് നോക്കണ്ട, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകാം. ബട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ റീജിയൻ ഓർ ദ ലൊക്കാലിറ്റി ഓഫ് ദ ഇൻഫ്ലമേഷൻ, what which I have described is the appearance of the patient. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നതുകൊണ്ട് കാര്യമില്ല, അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആകാം. പക്ഷേ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ആ പേഷ്യൻ്റെ അപ്പിയറൻസ്, അതാണ് പ്രധാനം. എൻ്റെ എപ്പോഴും എല്ലായ്പ്പോഴും ഏത് ഔഷധത്തിൻ്റെ കാര്യത്തിലും എടുത്തു പറയുന്നൊരു കാര്യം, ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നുണ്ടോ, അല്ല എങ്കിൽ ഒരു ലോക്കൽ ഇൻഫ്ലമേഷനോ പെയിനോ വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ റിപ്പീറ്റേഷൻ കൊണ്ട് സപ്രഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ പാർഷ്യൽ ഹീലിംഗ് ഉണ്ടാകുമെന്നല്ലാതെ ഒരു ഹോമിയോപ്പതി ഹീലിംഗ് സംഭവിക്കില്ല. അത് പലതരത്തിലും അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് പറയും. ഇവിടെ പറയുന്ന സന്ദർഭം ഇതാണ്: ഇൻഫ്ലമേഷൻ എവിടെയും ഉണ്ടാകാം, പക്ഷെ ഇൻഫ്ലമേഷൻ മാത്രം വെച്ചുകൊണ്ട് അക്കോണൈറ്റം കൊടുക്കാൻ പറ്റില്ല. അക്കോണൈറ്റത്തിൻ്റെ ആ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലും അക്കോണൈറ്റത്തിൻ്റെ സൂചന അയാളുടെ അപ്പിയറൻസ് ഉണ്ടാകും. സച്ച് ആർ ദ സിംറ്റംസ് ദാറ്റ് വിൽ സ്റ്റാൻഡ് ഔട്ട്, ദാറ്റ് യു വിൽ ഒബ്സർവ് ഫസ്റ്റ്: ദ അപ്പിയറൻസ് ഓഫ് ദ ഫേസ്, ദ മൈൻഡ് സിംറ്റംസ്, ദ റെസ്റ്റ്ലെസ്നെസ്, ദ ഇൻറ്റൻസിറ്റി. ഉണ്ടോ? വേദന ഉണ്ട്, വേദന പലതരത്തിലാകാം. പക്ഷേ അക്കോണൈറ്റത്തിൻ്റെ കാര്യത്തിൽ ആളുടെ അപ്പിയറൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഇൻറ്റൻസിറ്റി, ആ ഫിയർ, ഇതൊക്കെ ആ പേഷ്യൻ്റെ മുഖത്തിങ്ങനെ കൊത്തിവെച്ചിരിക്കും. സിംറ്റംസ് ദാറ്റ് ഹാവ് ബീൻ ഡെപ്പിക്റ്റഡ് ഷോൺ ഹിസ് കോണ്ടനൻസ് എന്നൊരു പ്രയോഗം കെൻ്റ് നടത്തിയിട്ടുണ്ട്. ആളുടെ മുഖത്തിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന പോലുള്ള സിംറ്റംസ്, അയാളുടെ ഭയം, അയാളുടെ ആങ്സൈറ്റി, അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ ആണ് കാര്യം. ആ പേഷ്യൻ്റെ അപ്പിയറൻസിൽ നിന്ന് അത് മനസ്സിലാകും. അത് മനസ്സിലാക്കാതെ, അത്തരം സൂചന ഇല്ലാതെ ഏതൊക്കെയാണ് ദ മൈൻഡ് സിംറ്റംസ്, ദ റെസ്റ്റ്ലെസ്നെസ്, ദ ഇൻറ്റൻസിറ്റി. അക്കോണൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൊടുങ്കാറ്റ് പോലെ എന്ന് പറയുന്നത്, കൊടുങ്കാറ്റ് വരുന്ന പോലത്തെ ഒരു ഇൻറ്റൻസിറ്റി, അത് അയാളുടെ അപ്പിയറൻസിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ അക്കോണൈറ്റ് കൊടുക്കുന്നൊരു കാര്യമില്ല. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ എവിടെയും വരാം, പക്ഷെ അതുകൊണ്ടായില്ല. നൗ ദർ ആർ മെനി ലിറ്റിൽ മെൻ്റൽ സിംറ്റംസ് ദാറ്റ് ആർ ഓഫ് മച്ച് ലെസ് ഇമ്പോർട്ടൻസ് ദാൻ ദിസ് ഫിയർ, ദിസ് ആങ്സൈറ്റി, the symptoms that will be masked by these marked symptoms that indicate the patient. അതായത് പ്രാധാന്യം കുറഞ്ഞ മാനസിക ലക്ഷണങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഈ മാനസിക ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഔഷധങ്ങൾ, പ്രധാനപ്പെട്ട മാനസിക ലക്ഷണങ്ങളെ ഇൻറ്റൻസിറ്റിയുടെ മറവിലായി പോകും, മാസ്ക്ഡായി പോകും. അത്രയ്ക്ക് പ്രൊമിനൻ്റ് ആണ് അക്കോണൈറ്റസ് സിംറ്റം, അത്രയ്ക്ക് പ്രൊമിനൻ്റാണ്. എന്തൊക്കെയാണ്? ഫിയർ, ആങ്സൈറ്റി. ഉണ്ടോ? ഫിയർ, ആങ്സൈറ്റി, അതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി. ആ ഇൻറ്റൻസിറ്റിയുടെ പിന്നിൽ മറ്റ് മെൻ്റൽ സിംറ്റംസ് മറഞ്ഞു പോകും. അത്രയ്ക്ക് പ്രൊമിനൻ്റ് ആണ് ഈ സിംറ്റംസ്. അതാണ് മാസ്റ്റർ ബൈ ദീസ് മാർക്ക് സിംറ്റംസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പേഷ്യൻറ്റ്. അക്കോണൈറ്റം പേഷ്യനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫിയറും ആങ്സൈറ്റിയും, അതിൻ്റെ ഇൻറ്റൻസിറ്റിയുള്ള സിംറ്റംസ്. ഹി ഹാസ് ലോസ്റ്റ് ഓൾ അഫെക്ഷൻസ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും മറ്റ് പ്രൊമിനൻസ് കുറഞ്ഞ മെൻ്റൽ സിംറ്റംസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്നത് ഈ അഫെക്ഷൻസിനെ ബാധിക്കുക. പ്രധാനപ്പെട്ടൊരു ജനറൽ സിംറ്റമാണത്. ഒരു മനുഷ്യൻ്റെ അഫെക്ഷൻസിനെ ബാധിക്കുക എന്ന് പറയുന്നത്. സുഹൃത്തുക്കളോടുള്ള അയാളുടെ അഫെക്ഷൻ പോയി, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. ഹി ഡസ് നോട്ട് കെയർ വാട്ട് ബിക്കംസ് ഓഫ് ദം, ഹി ഹാസ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദം. സുഹൃത്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധയില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവരെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ല. ഇറ്റ് സംടൈംസ് മേ ബി എ സ്റ്റേറ്റ് ഓഫ് ഇൻഡിഫറൻസ്. ചിലപ്പോൾ അതിനൊരു ഇൻഡിഫറൻസിൻ്റെ അവസ്ഥയിലേക്ക് പോവാം.
അപ്പോൾ ഇൻഡിഫറൻസ് എന്ന റൂബ്രിക്ക് കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻഡിഫറൻറ്റ് ടുവേഴ്സ് ഹിസ് ഫ്രണ്ട്സ്, ഇൻഡിഫറൻസ് അഫക്ഷൻസിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, വളരെ സ്ട്രോങ് ജനറലാണത്. അപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ ഫിയർ, ആങ്സൈറ്റി, ഇൻറ്റൻസിറ്റി, സ്പീഡ് ഓഫ് കമ്മിങ്, ആ കോൾഡ് വിൻഡിനോട് അക്കമ്പനി ചെയ്ത് വരൽ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നതാണ് മറ്റ് മാനസിക ലക്ഷണമെങ്കിലും ഇതേപോലുള്ള ഈ അഫക്ഷൻസിനെ ബാധിക്കുന്ന ഈ ഒരു ഇൻഡിഫറൻസ് പോലുള്ള അവസ്ഥകൾ അതും പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഐ ഹാവ് ബ്രോട്ട് ഔട്ട് വിൽ എനേബിൾ വൺ ടു റെഡ്ലി സീ ദാറ്റ് ദിസ് പിക്ചർ ഡസ് നോട്ട് ബിലോങ് ടു ഓൾ ദ റെമഡീസ് ഇൻ ദ മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അക്കോണൈറ്റത്തിൻ്റെ ആ ഒരു സ്പെസിഫിക് നേച്ചർ, വളരെ യുണീക്ക് നേച്ചർ, അതിനെക്കുറിച്ചാണ് കെൻഡിറ്റ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മെറ്റീരിയ മെഡിക്ക മുഴുവൻ പരതിയാലും മറ്റൊരു ഔഷധത്തിലും കണ്ടെത്താനാവില്ല. നേരത്തെ ചില ഔഷധങ്ങൾ പറഞ്ഞു ഇതാണോ അതാണോ എന്നുള്ള ആശങ്ക തോന്നാം. പക്ഷേ അക്കോണൈറ്റത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ആശങ്കയ്ക്ക് അവകാശമില്ല. വളരെ യുണീക്കാണ്, സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. ആ ഒരു ഫിയറും ആങ്സൈറ്റിയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഈ കോൾഡ് എക്സ്പോഷറെ തുടർന്ന് ഇതൊക്കെ വരുന്നൊരവസ്ഥയും ഒക്കെ അത്രയ്ക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇൻഫാക്ട് ഇറ്റ് ബിലോങ്സ് ഓൺലി ടു അക്കോണൈറ്റ്, അക്കോണൈറ്റിന് മാത്രമുള്ളതാണ്. നോ മാറ്റർ വാട്ട് റെമഡി യു കമ്പയർ ദിസ് വിത്ത്, യു വുഡ് ഫൈൻഡ് ഇറ്റ് ഓൺലി അണ്ടർ അക്കോണൈറ്റ്. ഏത് ഔഷധമായിട്ട് കമ്പയർ ചെയ്താലും ഇത് അക്കോണൈറ്റിൻ്റെ കീഴിലേ വരുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 92-93 കാലഘട്ടമായിരിക്കും. ഞാൻ കളമശ്ശേരിയിൽ താമസിക്കുകയാണ്. പിന്നെ അടുത്തൊരു ഹോമിയോപാത്തുണ്ട്, അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി ഒരു 5-6 വർഷമൊക്കെ ആയി. പക്ഷെ കാര്യമായിട്ടുള്ള പ്രാക്ടീസൊന്നും ഇല്ല, പ്രാക്ടീസ് വിജയിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടിരുന്നു. പല കാര്യങ്ങളും തുറന്ന് ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റാണ്, ഒരു താത്ത വന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അവർ 2ാമത്തെ തവണയാണ് വരുന്നത്, വന്നപ്പോൾ തലവേദനയുടെ വന്നാണ്, മാറിയില്ല. ഞാൻ എന്താ കൊടുത്തത്, ഞാൻ അക്കോണൈറ്റും കൊടുത്തു വിട്ടു, മാറിയില്ല. ഞാൻ പറഞ്ഞു അവരൊന്നുകൂടി നോക്ക്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ കൂടെ അവരുടെ നാത്തൂനും സഹോദരൻ്റെ ഭാര്യയും കൂടി വന്നിട്ടുണ്ട്, അവരൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാറിയിരുന്നു. പേഷ്യൻ്റ് പോയ ശേഷം വീണ്ടും സംസാരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ, കണ്ണിലൊക്കെ ഒരു റെഡിഷ്നസ്സൊക്കെ ഉണ്ട്, വെള്ളോണ കൊടുക്കാം. അപ്പോഴേക്കും മനസ്സിലായത് ഇത് ആള് സിംറ്റംസ് ശരിയായ രീതിയിൽ പുള്ളി ജഡ്ജ് ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ പറയുകയാണ് എന്തെങ്കിലും കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അങ്ങനെയായിരുന്നു, ഒരു ലൈറ്റ് എന്തിനേയും ലഘുവായിട്ട് എടുക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കും, നന്നായിട്ട് കേസ് സ്റ്റഡി ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിക്കളക്ട് ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽ വന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒന്നുകൂടി അത് വെച്ചൊന്ന് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞു. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ, അത് ഒരു ബ്രയോണി കേസായിരുന്നു, അത് സാധാരണ ബ്രയോണി കേസായിരുന്നു. അവർക്ക് ബ്രയോണി കൊടുത്തു, അത് മാറുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ ശരിയായി പഠിക്കാതെ നമ്മൾ ഒരു മരുന്ന് ചടിക്കറി കൊടുക്കരുത്, വിശേഷിച്ച് അക്കോണൈറ്റം പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ നടത്തിയൊരു അന്വേഷണത്തിൽ നിന്നാണ്, അപ്പോഴേക്കും ആ ഒരു കാലയളവായപ്പോഴേക്കും എൻ്റെ പല സുഹൃത്തുക്കളും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്, എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ ആയിട്ട്. അവരൊക്കെ ചോദിച്ചപ്പോൾ അക്കോണൈറ്റത്തിന് ഭയങ്കര അബ്യൂസാണ് നിലനിൽക്കുന്നത്. ഒരു പനി വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അക്കോണൈറ്റം കൊടുക്കൽ, ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അക്കോണൈറ്റം കൊടുക്കൽ, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ കെൻഡിൻ്റെ ഈ പുസ്തകത്തിൽ പലതും വായിച്ചു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശ്രദ്ധാപൂർവം ചില ഔഷധങ്ങൾ വളരെ താല്പര്യം തോന്നി ശ്രദ്ധാപൂർവം ഞാൻ തുടക്കത്തിലെ വായിച്ച ചില ഔഷധങ്ങളിലൊന്ന് അക്കോണൈറ്റം ആയിരുന്നുകൊണ്ട് ഈ അക്കോണൈറ്റത്തെക്കുറിച്ച് കെൻഡി പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നിനും കാണാത്ത യുണീക്കാണ് അക്കോണൈറ്റം എന്നുള്ള കാര്യം അത് പലരും ശ്രദ്ധിക്കുന്നില്ല. അത് അക്കോണൈറ്റം വളരെ യുണീക്കാണത്, വെറുതെ ലൈറ്റായിട്ട് അക്കോണൈറ്റം കൊടുക്കരുത്. We will find some of the features in the text under other remedies, but those which I have mentioned collectively will be found only under aconite. ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് ഫിയർ ഉണ്ടാകാം,
അതുപോലെ പല മരുന്നുകളിലുണ്ടാകാം. ആങ്സൈറ്റി പല പ്രശ്നങ്ങളുണ്ടാകാം. കോൾഡ് എക്സ്പോഷനുള്ള പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ കളക്റ്റീവ്ലി ആ ടോട്ടാലിറ്റി എന്നുള്ളൊരു വാക്കിന് ഒരു സിനോണിമാണ് ഇവിടെ പറഞ്ഞത്. കളക്റ്റീവ്ലി, ഞാൻ കളക്റ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കളക്റ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അക്കോമഡേറ്റീവ് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മറ്റു മരുന്നുകളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുത്. വന്ന പേഷ്യൻ്റ് തലവേദനയായിട്ട് വന്നു, കണ്ണിൽ റെഡിഷ്നസ് ഉണ്ട്, അത് മാത്രം വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് സിംറ്റംസെങ്കിലും എടുക്കുക, ഒരു 4-5 സിംറ്റംസെങ്കിലും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ തെറ്റ് സംഭവിക്കില്ല. അപ്പോൾ അക്കോമഡേറ്റീവ്സിനെ സംബന്ധിച്ച് അങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, കെന്നിൻ്റെ കാലത്ത് തന്നെ സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ടേക്ക് ദ മെൻ്റൽ സിംറ്റംസ്, ഇൻറ്റൻസിറ്റി മാർക്സ് എവരി വൺ ഓഫ് ദം. ഇനി മെൻ്റൽ സിംറ്റം എടുത്തു കഴിഞ്ഞാലും എന്തിനേയും അതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്നത്, അതിനെ സവിശേഷമാക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. എന്ത് മെൻ്റൽ സിംറ്റം എടുത്താലും തീവ്രത, ഇൻറ്റൻസിറ്റി, തീക്ഷ്ണത അതുണ്ടാകും. തീക്ഷ്ണതയാണ് അതിനെ മാർക്ക് ചെയ്യുന്നത്. തീക്ഷ്ണത ഇല്ലാത്തൊരു മെൻ്റൽ സിംറ്റം ആണെങ്കിൽ അത് അക്കോമഡേറ്റ് ആകണമെന്നില്ല. ഇഫ് ഇറ്റ് ഈസ് എ ഡെലിറിയം, ഇറ്റ് ഈസ് എൻ ഇൻറ്റൻസ് ഡെലിറിയം. ഡെലിറിയം ആണെങ്കിൽ ഇൻറ്റൻസ് ഡെലിറിയമാണ്. ഡെലിറിയം ഒത്തിരി ഔഷധങ്ങളുണ്ട്, പക്ഷേ അക്കോമഡേറ്റീവ് ഡെലിറിയം ഇൻറ്റൻസ് ഡെലിറിയമാണ്. അതിനോടൊപ്പം എന്താണ്, വിത്ത് എക്സൈറ്റ്മെൻറ്റ്, വിത്ത് ഫിയർ, വിത്ത് ആങ്സൈറ്റി. ആ ഡെലിറിയത്തിൻ്റെ കൂടെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. പേഷ്യൻസ് ഇൻ ഡെലിറിയം വിത്ത് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഫിയർ വിൽ വീപ്പ് ആസ് ഇൻ ഗ്രേറ്റ് ടോർമെൻറ്റ്. അപ്പം അതിനൊരു ക്ലൂ കൂടി കണ്ടു തരികയാണ്. വല്ലാത്ത ഡെലിറിയത്തിലിരിക്കുന്നവർ, വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ഉള്ളവർ, അവരുടെ ടോർമെൻറ്റ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ പീഡ, മാനസികവും ശാരീരികവുമായ സ്വയം പീഡനം. അയാളുടെ വല്ലാത്ത സ്വയം പീഡനം കൊണ്ട് അയാൾ കരഞ്ഞു പോകും. ഗ്രേറ്റ് ടോർമെൻറ്റ്, അതുകൊണ്ട് ഈ പേഷ്യൻ്റ് കരയും. അപ്പോൾ അതൊരു ക്ലൂ ആണ് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെ കുറിച്ചുള്ള ഭയം, വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ്, ഉത്തേജിക്കപ്പെട്ട അവസ്ഥ, വല്ലാതെ ഉത്തേജിതമായ അവസ്ഥ, ഭയം, മരണഭയം. യു വണ്ടർ വാട്ട് ഷീ ഈസ് വീപ്പിംഗ് അബൌട്ട്. എന്തുകൊണ്ടാണ് ആ പേഷ്യൻ്റ് വിതുമ്പുന്നത്, എന്തുകൊണ്ടാണ് കരയുന്നതിനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. പക്ഷെ അത്ഭുതപ്പെടാനില്ല. ദർ ആർ ഓൾ സോർട്ട് ഓഫ് മൂഡ്സ് ഇൻ്റർമിങ്കിൾ ഓൾസോ വിത്ത് ദ ഫിയർ ഓഫ് അക്കോണൈറ്റ്. അപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ ഫിയർ കൊണ്ടാണ് വിതുമ്പുന്നത്. അതിന് കാരണം എന്താ, ഈ അക്കോണൈറ്റത്തിൻ്റെ ഫിയറിനോട് ചേർന്ന് ഇൻ്റർമിങ്കിൾഡായിട്ട് എല്ലാത്തരം മൂഡ്സും മാനസികാവസ്ഥകളും വരാം. അക്കോണൈറ്റത്തിൻ്റെ ഫിയർ എന്ന് പറഞ്ഞാൽ ഫിയർ മാത്രം അതിൻ്റെ ഇൻ്റർമിങ്കിൾ ചെയ്ത് അതിനോട് ചേർന്ന് കൂടിക്കലർന്നുകൊണ്ട് എല്ലാത്തരം മൂഡുകളും എല്ലാത്തരം മനോഭാവങ്ങളും എല്ലാത്തരം മാനസികാവസ്ഥകളും വരാം. അതുകൊണ്ടാണ് അത് വിതുമ്പുന്നത്. ദർ ഇസ് മോർണിംഗ് ആൻഡ് ഇറിറ്റബിലിറ്റി, ആങ്കർ, ത്രോയിങ് തിങ്സ് അവേ, ഓൾ അറ്റൻഡഡ് വിത്ത് ദ വയലൻസ് ആൻഡ് ആങ്സൈറ്റി. അപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ ആ വയലൻസിനോടും ആങ്സൈറ്റിയോടും ചേർന്ന് കഴിഞ്ഞ് കൊണ്ട് മോങ്ങിക്കൊണ്ടിരിക്കൽ, മോർണിംഗ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു നായ ഇങ്ങനെ മോങ്ങുന്ന പോലെ മോങ്ങിക്കൊണ്ടിരിക്കുക. വിതുമ്പലിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണത്. അങ്ങനെ ചെയ്യുക. ഇറിറ്റബിലിറ്റി ഉണ്ടാകുക, ദേഷ്യം വരിക, സാധനങ്ങളെടുത്ത് വലിച്ചെറിയുക, എല്ലാം ഓൾ അറ്റൻഡഡ് വിത്ത് ദ വയലൻസ് ആൻഡ് ആങ്സൈറ്റി. വയലൻസിനോടും ആങ്സൈറ്റിയോടും ചേർന്ന് ഇങ്ങനെയുള്ള എല്ലാം പലതും ഇൻ്റർമിങ്കിൾ ചെയ്ത് വരാം, പലതരം മൂഡ്സും വരാം. പക്ഷേ അതിൻ്റെ ബേസിക് ആസ്പെക്റ്റ് ആ ഒരു ഇൻറ്റൻസിറ്റിയും വയലൻസും ആങ്സൈറ്റിയും ഫിയറും ഒക്കെയാണ്. ദീസ് ഫീച്ചേഴ്സ് ദാറ്റ് ഐ ഡിസ്ക്രൈബ്ഡ് ആസ് അപ്പർമോസ്റ്റ് ആർ ഇൻ്റർമിങ്കിൾഡ് വിത്ത് ഓൾ സോർട്ട് ഓഫ് സിംറ്റംസ്. ഇനി ഒരു പ്രൂവർ കോട്ട് ചെയ്തിരിക്കുകയാണ്. സ്ക്രീംസ് വിത്ത് പെയിൻ, വേദന കൊണ്ട് ഇങ്ങനെ അലറിക്കരയുന്നു. ദ പെയിൻസ് ആർ ലൈക്ക് നൈവ്സ്, കത്തി പോലെയാണ് വേദനകൾ, കത്തി മുറിക്കുന്ന പോലെ, കത്തി കൊണ്ട് കുത്തുന്ന പോലെ. പെയിൻസ് ആർ ലൈക്ക് നൈവ്സ്, അങ്ങനെ പറയുക. ദേ ആർ സ്റ്റിങ്ങിങ്, കട്ടിങ്, സ്റ്റാബിങ്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അക്കോണൈറ്റ് suffering is wonderful, so that if the nerves take on neuralgic pains, the pains are intense. അപ്പോൾ അക്കോണൈറ്റിൻ്റെ സഫറിങ്സിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ നെർവ്സിനൊരു ന്യൂറാൾജിക് പെയിൻ്റെ ഒരു നേച്ചർ അത് കൈവരിച്ചു എന്ന് തോന്നാം. പെയിൻസ് ആർ ഇൻറ്റൻസ്, എല്ലാ വേദനകളും വളരെ രൂക്ഷമാണ്. ഇറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് സം ഓഫുൾ തിങ്സ് മസ്റ്റ് ബി അപ്പോൺ ഹിം ഓർ ഹീ കുഡ് നോട്ട് ഹാവ് സച്ച് ഡ്രെഡ്ഫുൾ സഫറിങ്.
അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഭയാനക ഒരു കാര്യം, മോശമായൊരു കാര്യം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് സഫറിങ് ഉണ്ടാവില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇറ്റ് സേസ് ഇൻ ദ ടെക്സ്റ്റ് പ്രഡിക്ട്സ് ദ ഡേ ഓഫ് ഹിസ് ഡെത്ത്. അപ്പോൾ എന്താ സംഭവം? മരണം പ്രഡിക്റ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടാണ് മരണത്തിൻ്റെ മണിക്കൂർ പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ മരണം ഭയം കൊണ്ടാണ് ഈ പറയുന്ന ടോർമെൻ്റ് ഉണ്ടാകുന്നത്. എന്തോ വല്ലാത്ത ഒരു ഫിയർ ബാധിച്ചിരിക്കുന്നു. ആ ന്യൂറോളജി പെയിൻസിൻ്റെ ഒരു നേച്ചറിനെ അത് അസ്യൂം ചെയ്തിരിക്കുന്നു. നാഡികളെല്ലാം ഇൻവോൾവാണ്, ബ്രെയിൻ ഇൻവോൾവാണ്. മരണത്തിൻ്റെ ദിവസവും മണിക്കൂറും പ്രഡിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാകുന്ന വല്ലാത്തൊരു സ്വയം പീഡനം, മാനസിക പീഡനമാണ് പ്രധാനം. ഈ കട്ടിങ് പെയിൻസ് പോലുള്ള ശാരീരിക പീഡനങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അക്കോണിറ്റൻ പേഷ്യൻ്റ് കടന്നു പോകുന്നത്. ദിസ് ഇസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഓഫുൾനെസ് ദാറ്റ് സീംസ് ടു ബി ഓവർവെൽമിങ് ഹിം. അപ്പോൾ ആ പേഷ്യൻറ്റിനെ ഇങ്ങനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു ഓഫുൾ സിറ്റുവേഷൻ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ആൻഡ് ദിസ് മെൻ്റൽ പിക്ചർ ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ന്യൂമോണിയ, ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് എനി പാർട്ട് ഓഫ് ദ ബോഡി, ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ്, ഓഫ് ലിവർ, ഓഫ് ദ ബവൽസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു മെൻ്റൽ പിക്ചർ ന്യൂമോണിയയിലുണ്ടാകാം, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. അത് കിഡ്നിയുടെ ഇൻഫ്ലമേഷൻ ആയാലും ശരി, ലിവറിൻ്റെ ഇൻഫ്ലമേഷനും ശരി, കുടലിൻ്റെയും വയറിൻ്റെയൊക്കെ ഇൻഫ്ലമേഷനും ശരി, ഈ ഒരു അവസ്ഥ, ഈ ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാകും. ആ മെൻ്റൽ പിക്ചറിനാണ് പ്രാധാന്യം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ആകാം, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള മെൻ്റൽ പിക്ചർ എന്താണ്, അതാണ് റെമഡിയിലേക്കുള്ള ചൂണ്ടുപലക. ഡിസിനസ് പ്രിവെയിൽസ് ത്രൂ ഔട്ട് ദിസ് സിംപ്റ്റംസ് ഓഫ് പിക്ചർ. ഒരു ഡിസീനസ് ഇതിനോടൊപ്പം ഉണ്ടാകാം. ഒരു സുബോധം നഷ്ടപ്പെട്ടു പോയുള്ളൊരവസ്ഥ, എന്താ പറയുക, ഒരു തലകറക്കം മാതിരിയോ മറ്റൊക്കെ ഉള്ളൊരവസ്ഥ. അത് ഈ ഫിയറിനോട് ചേർന്നുണ്ടാകുന്ന, ഫിയർ കൊണ്ടുണ്ടാകുന്നതാണ്. വെർട്ടിഗോ, ടേണിങ് ആൻഡ് വൂളിങ്. എ വുമൺ ഔട്ട് ഷോപ്പിംഗ് റൺസ് ഓൺ സഡൻലി അഗെയിൻസ്റ്റ് എ ഡോഗ് ആൻഡ് ബിക്കംസ് വയലൻ്റ്ലി ഡിസി. ഷീ കനോട്ട് ഈവൻ ഗെറ്റ് ടു ഹെയർ കേരേജ്. അപ്പോൾ ഷോപ്പിങ്ങിന് പുറത്തിറങ്ങിയൊരു സ്ത്രീ, ഒരു നായ ഓടി വന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരി സംഭവിക്കാവുന്ന കാര്യമാണ്. നായകൾ തെരുവുകൾ വാഴുന്നൊരവസ്ഥയാണ്. നായ വരുന്നു, വല്ലാതെ ഭയപ്പെടുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഭയം കൊണ്ട് അവർ ഡിസീനസ് ഉണ്ടാകുന്നു. അവരൊന്നും വാഹനത്തിലേക്ക് അവർക്ക് കയറാൻ പോലും പറ്റുന്നില്ല. അവർ പെട്ടെന്ന് മന്ദിച്ചു പോയ പോലെ, എന്താ പറയുക, വെർട്ടിഗോയോ നോസിയോയോ ഒക്കെ ഉണ്ടായ പോലെ. അപ്പോൾ ഭയത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഡിസീനസ്. വെർട്ടിഗോ ദാറ്റ് കംസ് ഓൺ ഫ്രം ഫിയർ, ഫ്രം സഡൻ ഫിയർ, ആൻഡ് ദ ഫിയർ ഓഫ് ദ ഫ്രൈറ്റ് റിമെയിൻസ്. അപ്പോൾ ഭയം കൊണ്ട് വരുന്ന വെർട്ടിഗോ, ഡിസീനസ്, ഈ ഫ്രൈറ്റിൻ്റെ, ഈ ഭയത്തിൻ്റെ ആ ഒരു റിസൾട്ട്, അതുകൊണ്ടാകുന്ന റിസൾട്ടുകൾ നിലനിൽക്കും. ആ ഭയം വന്നു, നായ പോയി, ഭയം പോയി, അങ്ങനെ ഭയക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ ഭയത്തിൻ്റെ റിസൾട്ട്, ആ വെർട്ടിഗോ, ഡിസീനസ്, അത് പെർസിസ്റ്റ് ചെയ്യും. അത് അക്കോണറ്റിലേക്കുള്ളൊരു സൂചനയാണ്. ദർ ഇസ് എ റെമനന്റ് ഓഫ് ദാറ്റ് ഫിയർ ലെഫ്റ്റ്, ബട്ട് ഇറ്റ് വിൽ ലീഡ് യു ഓൺ മോർ സ്ട്രോങ്ലി ടുവേർഡ്സ് ഒപ്പിയം. അപ്പോൾ ഈ ഭയത്തിൻ്റെ ബാക്കി പത്രം തുടർന്ന് നിലനിൽക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഒപ്പിയത്തിലേക്കാണ് എൻ്റെ സൂചന പോകുന്നത്. ഒപ്പിയത്തിലത് വരാം, പക്ഷേ അക്കോണൈറ്റത്തിലും അതുണ്ട്. ഈ ഡിസിനസ് പോലുള്ള അവസരം വരുമ്പോൾ കംപ്ലൈൻസ് ഫ്രം ഫിയർ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ഫ്രം ഫിയർ, ഡിസിനസ് ഫ്രം ഫിയർ. അപ്പോൾ ഭയം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, ഭയം കൊണ്ട് ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, ഭയം കൊണ്ട് ഡിസീനസ് ഉണ്ടാകുന്നു. ഇതൊക്കെ പ്രൂവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, കോട്ട് ചെയ്തിരിക്കുക. ഈവൻ കഞ്ചഷൻ ഓഫ് പാർട്സ് ആസ് എ റിസൾട്ട് ഓഫ് ഫിയർ. ഭയം കൊണ്ട് ശരീരഭാഗങ്ങളിൽ കഞ്ചഷൻ വരെ വരാം, ഭയം കൊണ്ട്. അപ്പോൾ ഭയത്തിൻ്റെ റിസൾട്ടുകളാണ്. അപ്പോൾ ഭയത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒപ്പിയത്തെക്കുറിച്ചുകൂടി ചിന്തിക്കണം. എ ടേമോയിൽ ഇൻ ദ വോൾ സെൻസോറിയം. നമ്മളുടെ ആ സെൻസോറിയത്തിൽ, നമ്മുടെ അനുഭൂതിയുടെ അനുഭവങ്ങളുടെ മണ്ഡലത്തിൽ മൊത്തം ഒരു ടേമോയിൽ, ആകെ ഒരു കോളക്കം സംഭവിക്കുന്നു. തിങ്സ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. ആകെ എല്ലാം ഇങ്ങനെ വട്ടം ചുറ്റുന്നത് പോലെ വെർട്ടിഗോയുടെ അവസ്ഥ. അപ്പോൾ ഫിയറിൻ്റെ റിസൾട്ടുകൾ അക്കോണൈറ്റത്തിനെ എടുത്തു കാണിക്കുന്ന തനതായ കുറേ ലക്ഷണങ്ങളെക്കുറിച്ചാണ് കെൻഡിയുടെ പറഞ്ഞത്. അപ്പോഴും മനസ്സിൽ വെക്കുക, നമുക്ക് അക്കോണൈറ്റത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ, വളരെ യുണീക്കായിട്ടുള്ള വിവരങ്ങൾ
നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.